നമസ്കാരം, ഞാൻ അനൂപ് ശാന്തി. നിങ്ങളോട് പറയുന്നത് തിരുവാതിര വ്രതത്തെക്കുറിച്ചാണ്. ധനുമാസത്തിലെ പ്രധാനപ്പെട്ട ദിവസമാണ് തിരുവാതിര. ഈ ദിവസം ഉമാമഹേശ്വര പ്രീതിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം ഈ വർഷത്തെ 2026 ജനുവരി 3-ാം തീയതിയാണ് തിരുവാതിര വരുന്നത്. അപ്പം ഇതിന് തൊട്ട് മുമ്പായിട്ട് രേവതി നക്ഷത്രം മുതൽ നമ്മൾ വ്രത ആചരണം തുടങ്ങുന്നു. പുലർച്ചെ എണീച്ച് ദേഹശുദ്ധി വരുത്തി ക്ഷേത്ര ദർശനം നടത്തുക. അന്ന് മുതൽ തന്നെ നമ്മൾ വ്രതാരംഭം തുടങ്ങും. അന്ന് മുതൽ തിരുവാതിര നക്ഷത്രം വരെ നമ്മൾ വ്രതം ആചരിക്കുന്നുണ്ട്. അപ്പം വളരെ പ്രാധാന്യമാണ്. നമ്മൾ തിരുവാതിര ദിവസം ഉപവാസം എടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ തിരുവാതിര ദിവസം നമ്മൾ അരിയാഹാരം പൂർണ്ണമായിട്ട് ഒഴിവാക്കുക. അതിനൊക്കെ തന്നെ മകീര നക്ഷത്രത്തിൽ നമ്മൾ സന്ധ്യയ്ക്ക് കുളിച്ച് എട്ടങ്ങാടി നേദ്യം, തിരുവാതിരകളി, അങ്ങനെ ഉള്ള ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഓരോരുത്തരുടെയും ദേശാചാര പ്രകാരം പല രീതിയിൽ നടക്കുന്നുണ്ട്. അപ്പം അത് ഓരോരുടെ ആചാരങ്ങൾ പ്രകാരം വ്യക്തമായിട്ട് ചെയ്യുക. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഈ ജനുവരി 1-ാം തീയതി രാത്രി 11 മണിക്ക് മകീര നക്ഷത്രം തുടങ്ങുന്നു. 2-ാം തീയതി 8:15 കഴിഞ്ഞ് രാത്രി 8:15 കഴിഞ്ഞ് തിരുവാതിര നക്ഷത്രം തുടങ്ങുന്നു. 3-ാം തീയതി വൈകുന്നേരം 5:15 വരെ തിരുവാതിര നക്ഷത്രമുണ്ട്. അപ്പം ഈ 3 ദിവസങ്ങളും വളരെ പ്രാധാന്യമുണ്ട്. അപ്പം അവരവരുടെ ആചാരപ്രകാരം വേണ്ടുന്ന രീതിയിൽ ചടങ്ങുകൾ കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇന്ന ദിവസങ്ങളിൽ വ്രതം ആചരിക്കുക. ഭർത്താവിൻ്റെ ദീർഘായുസിന് ഏറ്റവും നല്ലതാണ്. സുമംഗലികളായ സ്ത്രീകൾ ഭർത്താവിൻ്റെ ദീർഘായുസിന് വേണ്ടി ഏറ്റവും പ്രധാനമായിട്ട് എടുക്കേണ്ട വ്രതമാണ്. അതിനൊക്കെ തന്നെ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾക്ക് നല്ല വരനെ കിട്ടാൻ വേണ്ടി ഈ വ്രതം ആചരിക്കാം. അപ്പം കുടുംബ ഐശ്വര്യത്തിനൊക്കെ വളരെ നല്ലതാണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക, പ്രാർത്ഥിക്കുക. അതിനൊക്കെ പറ്റുമെങ്കിൽ ഉമാമഹേശ്വര പൂജ കൊടുക്കുക, നടത്തുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കഴിവിനകത്ത് എന്തെങ്കിലും ക്ഷേത്രത്തിൽ വഴിപാടുകൾ സമർപ്പിക്കാൻ ചെയ്യുക, എന്തെങ്കിലും സമർപ്പണം ചെയ്യുന്നത് കൊണ്ടും നല്ലതായിരിക്കും ഇന്നേ ദിവസം. അതിനൊക്കെ തന്നെ ഞാൻ ഇന്ന് കൊച്ചിൻ ദിവസം കൊണ്ട് തന്നെ എല്ലാ ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ഉമാമഹേശ്വര പൂജയുണ്ട്. അതിനൊക്കെ കൊച്ചിൻ ദിവസം മുതൽ കണക്കന്നൂർ ശിവക്ഷേത്രത്തിലാണ് ഞാൻ നിന്നത്. അവിടെയും നല്ല രീതിയിൽ തിരുവാതിര വ്രതം ആചരിക്കുന്നു. അതിനൊക്കെ തന്നെ ഞാൻ പൂജ പഠിച്ച പന്മന ശ്രീ ശിവാനന്ദപുര ക്ഷേത്രത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ വിപുലീകരിച്ച് അത് തിരുവാതിര വ്രതം ഒക്കെ വലിയ ചടങ്ങായിട്ട് നടത്തുന്നുണ്ട്. അവിടുത്തെ ചേച്ചിയുടെയും മാതൃസമിതിയുടെയും കൂട്ടായ പ്രവർത്തനത്തിലൂടെ ശിവാനന്ദപുര ക്ഷേത്രത്തിൽ വലിയ രീതിയിൽ തിരുവാതിര നല്ല രീതിയിൽ നടത്തുന്നുണ്ട്. അപ്പം എല്ലാവരും മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവരും ഈ ദിവസങ്ങളിൽ വ്രതം എടുക്കുക. എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊക്കെ തന്നെ ചെറിയ പല കഥകളും ഉണ്ട്. അപ്പം മഹാദേവൻ്റെ പ്രീതിക്കും ശ്രീ പാർവതി ദേവിയുടെ പ്രീതിക്കും വേണ്ടി ഈ വ്രതം എല്ലാവരും എടുക്കുക. ശിവനും ശക്തിയും ഒന്നാണെന്നുള്ള സങ്കല്പം കൂടെ ഇതിനകത്തുണ്ട്. അപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം.